ഹായ് എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനമാകുന്ന യേശുവിനെ നമുക്ക് ശ്രവിക്കാൻ സാധിച്ച ഈ നിമിഷത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. പിതാവായ ദൈവമേ, വചനമാകുന്ന യേശുവിലൂടെ അങ്ങ് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കണമേ. യേശുവാകുന്ന വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് യേശുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാനും യേശുവാകുന്ന സത്യത്തെ ലോകം മുഴുവൻ അഭിമാനപൂർവ്വം വിളിച്ചു പറയുവാനും ഞങ്ങളങ്ങ് അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിലേറ്റ് ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവമ്മയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വചനം എടുക്കാം. നമ്മളത് ഈ ഒരു ഭാഗത്തു നിന്നാണ് വചനം എടുക്കുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ള ദൈവവചന ഭാഗമാണ് അല്ലേ. ദൈവം മറിയത്തിൻ്റെ ഒരു സമ്മതത്തിന് വേണ്ടിയിട്ട് യുഗങ്ങളോളം കാത്തിരുന്നു അല്ലേ. അത്ര കണ്ട് ദൈവത്തിൻ്റെ ഒരു എൻജിനീയറിംഗ് ആയിരുന്നു യേശുവിനെ മറിയത്തിൻ്റെ ഉദരത്തിലൂടെ യേശുവിന് ജന്മം നൽകുക എന്നുള്ളത്. എന്നിട്ട് മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടിയിട്ട് പരിഹാരം ചെയ്യാൻ മനുഷ്യനായി തന്നെ തൻ്റെ പുത്രനെ പിറക്കാൻ അനുവദിച്ചുകൊണ്ട് ആണ് നമ്മളെ പരമപിതാവ് രക്ഷയിലേക്ക് ഉയർത്തിയത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വർഷങ്ങൾ അല്ലെങ്കിൽ ജനറേഷനുകൾ ദൈവത്തിൻ്റെ ഒരു എൻജിനീയറിങ്, അതായത് പാപമില്ലാതെ നല്ലൊരു കന്യകേനെ വളർത്തിയെടുക്കാൻ പരമപിതാവ് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ആണ് മറിയത്തിന് ഈ ഒരു അവസരം വന്നത്. എന്നിട്ടും ചോദിക്കുകയാണ്, തയ്യാറാണോ? ഇത് തന്നെയാണ് നമ്മളോടും ചോദിക്കുന്നത് ദൈവം. നമ്മുടെ വർഷങ്ങൾക്ക് മുൻപ് നമ്മളെ അറിഞ്ഞ, നമ്മളെ ആദ്യമേ തന്നെ നമ്മുടെ ജനനത്തെക്കുറിച്ച് പ്ലാനുള്ള പരമപിതാവ് നമ്മളോട് ചോദിക്കുക, എനിക്ക് വേണ്ടി നിലനിൽക്കാൻ നീ അനുവദിക്കുമോ? അപ്പം നമ്മൾ പറയണം, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് നമുക്ക് പറയാൻ തയ്യാറാവണം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിൽ നിറവേറാൻ വേണ്ടി നമ്മുടെ സമ്മതം പരമപിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കതിനെ നമ്മളെ വിട്ടുകൊടുക്കാം. എങ്കിലേ നമ്മൾ യേശു വന്ന് ജനിക്കുകയുള്ളൂ. ആമേൻ.